സ്ത്രീകളെ വിവാഹം ചെയ്ത് മയക്കുമരുന്ന് വിതരണത്തിനായി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ വ്യാപകമാകുന്നതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ആഫ്രിക്കൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളാണ് വിവാഹിതരായ നിരവധി ഇന്ത്യൻ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നതെന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വെളിപ്പെടുത്തി. 30 കോടി വില വരുന്ന മയക്കുമരുന്നുമായി ഡൽഹി സ്വദേശിനിയായ വീട്ടമ്മ പിടിയിലായതോടെയാണ് സ്ത്രീകളെ വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നതിനായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചത്. ട്രോളി ബാഗിൽ ഒളിപ്പിച്ചു കടത്തിയ 7 കിലോ കൊക്കൈനുമായാണ് യുവതി പിടിയിലായത്. അന്വേഷണത്തിൽ ഡൽഹിയിൽ മയക്കുമരുന്ന് നീക്കം നിയന്ത്രിക്കുന്ന സംഘത്തിലെ പ്രധാനിയായ എത്യോപ്യൻ പൗരന്റെ ഇന്ത്യക്കാരിയായ ഭാര്യയാണ് ഇവരെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് സംഘാംഗങ്ങൾ നിരവധി സ്ത്രീകളെ വിവാഹം ചെയ്ത ശേഷം ലഹരി കടത്തിനായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജ്ഞാനേശ്വർ സിംഗ് പറഞ്ഞു. യുവതിയുടെ ഭർത്താവ് ഉൾപ്പെടെ 4 എത്യോപ്യൻ സ്വദേശികളെ മുംബൈയിൽ നിന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് സംഘങ്ങൾ പാവപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്ത് രാജ്യത്ത് ലഹരി സംഘത്തിന്റെ കാരിയർമാരായി ഉപയോഗിക്കുകയാണെന്ന് ജ്ഞാനേഷ് സിംഗ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ആഫ്രിക്കൻ സംഘമാണെന്നും NCB അറിയിച്ചു. ഡൽഹിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ബാംഗ്ലൂരുവിൽ നിന്നും സമാന രീതിയിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നെന്നും ജ്ഞാനേശ്വർ സിംഗ് പറഞ്ഞു. വിദേശത്തു നിന്നും മയക്കുമരുന്ന് എത്തിക്കാനും നാട്ടിൽ വിതരണം ചെയ്യാനും ഇത്തരം ഭാര്യമാരെ സംഘം ഉപയോഗിച്ചു വരികയാണ്. ഇവരുടെ യാത്രകൾ സ്പോൺസർ ചെയ്യുന്നത് മയക്കുമരുന്ന് സംഘങ്ങളാണ്. എത്യോപ്യ കേന്ദ്രീകരിച്ച് 8ഓളം വരുന്ന മയക്കുമരുന്ന് സംഘങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് NCBയുടെ കണ്ടെത്തൽ. കേരളത്തിലും സമാന രീതിയിൽ സ്ത്രീകളെ വിവാഹം ചെയ്ത ശേഷം മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ഇതൊരു സംഘടിത നീക്കമാണെന്നാണ് വിലയിരുത്തുന്നത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ദില്ലി.